ഹലോ ഫ്രണ്ട്സ്, ബ്യൂട്ടി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വീട്ടിൽ തന്നെ എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാനൊരു സോപ്പ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഈ സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ അളവും അതിനെക്കുറിച്ച് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ ഇങ്ങനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനൊരു സോപ്പിൻ്റെ വീഡിയോ രണ്ടാമത് ഒന്നും കൂടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ അധികം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം കുറേ നാളായിട്ട് ചാനലിൽ അങ്ങനെ വീഡിയോസ് ഇടാതിരുന്നിട്ട് ചാനൽ ഒന്നും കൂടെ ഒന്ന് വേക്കപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഡീറ്റെയിലും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. കാരണം അധികം വ്യൂസൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ പിന്നെയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. കാരണം ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സോപ്പ് നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർക്ക് വരെ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പാണ്. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള കെമിക്കൽസും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നാച്ചുറലായിട്ട് നല്ല സോപ്പാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കെമിക്കൽ അടങ്ങിയ സോപ്പിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ഇതുപോലത്തെ നാച്ചുറൽ സോപ്പുകളാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന സോപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കഴിഞ്ഞൊരു തവണ നമ്മൾ ചെയ്തത് ആര്യവേപ്പിൻ്റെ മഞ്ഞളിൻ്റെ സോപ്പാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് മഞ്ഞൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു സോപ്പാണ്. അപ്പോൾ ഈ ഒരു സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാനും നല്ലൊരു ഗ്ലോ കിട്ടാനും പിന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്സൊക്കെ കിട്ടാനും ഈ ഒരു സോപ്പ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് സോപ്പ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് സോപ്പ് ബേസാണ്. അപ്പോൾ ഇതൊരു ഗ്ലിസറിൻ ബേസാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് സോപ്പ് മേടിക്കുന്ന കടയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ സോപ്പ് ബേസ് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്ന കമൻറ്റാണ് ഇതൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഓൺലൈനായിട്ട് മേടിക്കാം, അതല്ല സോപ്പൊക്കെ ഉണ്ടാക്കുന്ന കടകളുണ്ട്. ആ ഒരു കടയിലൊക്കെ ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് ബേസ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ നല്ല സോപ്പ് ബേസ് നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ സത്യത്തിൽ 1 kg ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് തീർന്ന് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി. അപ്പോൾ അത് ലാസ്റ്റ് സോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ വീഡിയോയും കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സോപ്പ് ബേസിന് നമുക്ക് പ്രത്യേകിച്ച് കണക്കില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര സോപ്പാണോ വേണ്ടത് ആ ഒരു സോപ്പിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്കത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിന് സോപ്പ് ബേസ് എടുക്കുന്നതിന് നമുക്ക് അളവില്ല. കാരണം നമ്മൾ എന്ത് മോൾഡിലാണോ സോപ്പ് ചെയ്യുന്നത് ആ ഒരു മോൾഡിനകത്ത് എത്രയോ ഉൾക്കൊള്ളുമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ആ ഒരു ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങളത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിവിടെ 4 സോപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ 4 സോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു സോപ്പ് ബാർ നമുക്ക് ഒരു ബേസ് ആവശ്യമാണ്. അപ്പോൾ ഇത് ഫുള്ളും ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ബേസ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എത്ര സോപ്പാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഈ ബേസ് കട്ട് ചെയ്തെടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് യാതൊരു കണക്കുകളും ഇല്ല. പിന്നെ നമ്മളിനി ഈ ഒരു സോപ്പ് ബേസ് നല്ലപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. നമ്മളിത് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് സോപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ പെർഫെക്റ്റായിട്ട് എല്ലാം മെൽറ്റായി കിട്ടത്തുള്ളൂ. നല്ലപോലെ സോപ്പ് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ആ സോപ്പിന് കൃത്യമായിട്ടുള്ളൊരു ഷേപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി രണ്ടാമതായിട്ട് വേണ്ടത് മഞ്ഞളാണ്. അപ്പോൾ ഞാൻ പച്ചമഞ്ഞളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മഞ്ഞൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മഞ്ഞൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മഞ്ഞൾ ഉപയോഗിച്ചിട്ട് അങ്ങ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, അതായത് ഇതുപോലെ റോ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗഡറൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ പൗഡറൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മഞ്ഞൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചതിൻ്റെ നീര് മാത്രം ഒന്ന് എടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം സോപ്പ് ബേസിലേക്ക് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആ ഒരു അളവാണ്. അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചേർക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് നല്ല പോലെ നമുക്ക് കട്ടയായിട്ട് കിട്ടത്തില്ല. അത് തന്നെയുമല്ല, കട്ടയായാൽ തന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഈർപ്പം തട്ടിയ പോലെ ഇരിക്കും. സോപ്പിന് ആ ഒരു പെർഫെക്ഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് കൃത്യ അളവിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ഞൾ ഞാനിവിടെ
അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സോപ്പ് ബേസും ഞാനിവിടെ ഒരു വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം അതിനകത്ത് വേറൊരു പാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സോപ്പ് ബേസ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആ സോപ്പ് ബേസ് എടുത്ത് അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അത് ആ ചൂട് കൊണ്ട് പതിയെ മെൽറ്റായി കിട്ടും. പിന്നെ ചൂട് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് തീ കത്തിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. അപ്പോൾ മെൽറ്റാകുന്ന സമയത്ത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ കറിക്കൊക്കെ ഇളക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ കിടന്ന് ഇളക്കി മറിക്കരുത്. അങ്ങനെ ഇളക്കി മറിച്ചാലുള്ള അവസ്ഥ എന്താവുമെന്ന് ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ സോപ്പിന് നല്ലൊരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കലും സോപ്പ് ഉണ്ടാക്കലും കൂടെ ഒന്നിച്ചായതുകൊണ്ട് കുറച്ച് പാടായിട്ട് വന്നിട്ടുമുണ്ട്. സോപ്പിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ സാധാരണ എല്ലാ സമയത്തും ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ സോപ്പ് ചെയ്യുന്നതും ഇതിൻ്റെ കൂടെ വീഡിയോ എടുക്കലും കൂടെ ആയതുകൊണ്ട് എനിക്ക് അത് കൃത്യമായിട്ട് അതിനെ മെൽറ്റ് ചെയ്തെടുക്കാൻ ശരിക്കും പറ്റിയില്ല. അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് എല്ലാം നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞളിൻ്റെ ആ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 20 മില്ലി അളവിൽ നമ്മുടെ മഞ്ഞളിൻ്റെ നീരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യം അളവിൽ തന്നെ ഉപയോഗിക്കണം. നമ്മുടെ വീട്ടിലെന്തെങ്കിലും മരുന്നിൻ്റെ ഇതുപോലത്തെ അടപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അളവെടുത്തിട്ട് നിങ്ങൾ ഒഴിക്കാം. നിങ്ങൾക്ക് ഒരു 4 സോപ്പ്, അതായത് ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ അത്രയും വലുപ്പത്തിലുള്ളൊരു ബേസാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 20 ml അളവിൽ നിങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലും കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂണ് ഒഴിച്ചാൽ മതി. 1 ടീസ്പൂൺ അളവിൽ അതിൻ്റെ നീര് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ടീസ്പൂൺ അളവിൽ പറയുവാണെങ്കിൽ ഈ ഒരു 20 ml എന്ന് പറയുമ്പോൾ ഒരു 3 ടീസ്പൂൺ അളവിലേക്ക് വരുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ആ ഒരു അളവിൽ നിങ്ങൾ കൃത്യമായിട്ട് ചേർത്ത് കൊടുക്കണം. കൂടുതൽ ഓവറായിട്ട് നിങ്ങളതിലേക്ക് നീര് ചേർത്ത് കൊടുക്കാതിരിക്കുക. അപ്പം കുറച്ചളവാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളൊരു 1/2 ടീസ്പൂണോ അങ്ങനെ വല്ലതും ചേർത്ത് കൊടുക്കുക. ഒത്തിരി അളവിൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു സോപ്പ് കൃത്യമായിട്ടുള്ള ഷേപ്പൊന്നും കിട്ടത്തില്ല, കറക്റ്റ് കട്ടയായും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ സോപ്പ് ബേസ് നല്ലപോലെ മെൽറ്റായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇളക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വല്ലാതെ ഇളക്കാതെ പതിയെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കിത് ഈ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മോൾഡിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫ്രേഗ്രൻസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ഡ്രോപ്സ് എടുത്തിട്ട് ഈ ഒരു ടൈമിൽ തന്നെ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുവാണെങ്കിലും 1 ടീസ്പൂണോ അങ്ങനെയൊന്നും എടുത്ത് ഒഴിക്കരുത്. കാരണം ഭയങ്കരമായിട്ട് ഈർപ്പം തട്ടിയ പോലെ ഇപ്പോൾ നമ്മുടെ സോപ്പ് പിന്നെ നമുക്ക് ഷേപ്പും കിട്ടത്തില്ല. അതുകൊണ്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 അല്ലെങ്കിൽ കൂടിപ്പോലെ ഒരു 4 ഡ്രോപ്പ്, അതിൽ കൂടാനായിട്ട് പാടില്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ ഇളക്കി കഴിഞ്ഞാൽ ഉടനെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മോൾഡിലേക്ക് മാറ്റണം. അപ്പം ഞാനിവിടെ മോൾഡിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കണ്ടോ, രണ്ടാമത് ഒഴിച്ചതിനകത്ത് കുറച്ചൊന്ന് പാട പോലെ വന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ മണ്ടവശം പാട കെട്ടി ഇത് ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അപ്പം തന്നെ പെട്ടെന്ന് നമ്മൾ ഇത് മോൾഡിലേക്ക് മാറ്റണം. അപ്പോൾ 4 മോൾഡിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിന് ബാക്കി വന്നിട്ടുള്ള കുറച്ചും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്കും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 6 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് വെക്കുന്നതിന് മുമ്പായിട്ട് മോൾഡ് കറക്റ്റായിട്ട് ഉറച്ചൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് വേണം നമ്മളിതിലേക്ക് സോപ്പ് ഒഴിച്ച് കൊടുക്കാൻ. പൊങ്ങിയും താണുമൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ സോപ്പിന് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടത്തില്ല. അത് തന്നെയല്ല, നമ്മൾ ഇതിലേക്ക് മോൾഡിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അനക്കാനേ പാടില്ല. അത് സെറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ ഇരുന്ന് എടുത്ത് മാറ്റാവൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് ഫസ്റ്റ് ഇത് മോൾഡ് വെച്ചിട്ട് വേണം സോപ്പ് ബേസ് എല്ലാം അതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ സോപ്പിൻ്റെ ഈ സോപ്പ് ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ച് ബബിൾസൊക്കെ ഇതിൻ്റെ ഈ വക്കിലൊക്കെ വന്നിരിക്കും. അത് നിങ്ങൾ കൈകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റിക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിങ്ങനെ വടിച്ചെടുത്ത് മാറ്റി കളയണം. എന്നാലേ ഒരു പെർഫെക്റ്റ് ഷേപ്പൊക്കെ സോപ്പിന് കിട്ടത്തുള്ളൂ. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എനിക്കപ്പോൾ ഈ വീഡിയോ എടുക്കൽ ഇത് രണ്ടും കൂടെ ആയതുകൊണ്ട് കുറച്ച് പാടായി. അതുകൊണ്ട് സോപ്പിൻ്റെ സൈഡൊക്കെ ഇച്ചിരി ഷേപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ്. അപ്പോൾ ഈ ഒരു സോപ്പിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഷേപ്പ് കണ്ടു. അതിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് നമ്മളത് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം. മെൽറ്റ് ആകുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഫ്രേഗ്രൻസും അതിന് ബാക്കി ജ്യൂസും കാര്യങ്ങളും എല്ലാം ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ മോൾഡിലേക്ക് മാറ്റി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു സോപ്പ് ഇവിടെ നല്ല പോലെ ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഈർപ്പവും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സോപ്പ് പോലെ തന്നെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അരിക് ഭാഗത്തൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതെനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് അത് പെട്ടെന്ന് നോക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സോപ്പിൻ്റെ പതയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഞാൻ ബൗളിൽ ചെയ്തിട്ടുണ്ടായിരുന്ന സോപ്പ്. അപ്പോൾ ഇതിൻ്റെ പത കണ്ടല്ലോ, നല്ല പതയുണ്ട്, നല്ല മണവും ഉണ്ട്. ഇതിലേക്ക് ഞാൻ മണവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണം വേണമെന്നുണ്ടെങ്കിൽ, ഫ്രേഗ്രൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബേസ് മേടിക്കുന്നിടത്ത് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഫ്രേഗ്രൻസ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ നല്ല മണമുണ്ട്, നല്ല പതയുമുണ്ട്. എന്നാൽ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിലും നല്ല ഗുണങ്ങളും ഉള്ള സോപ്പാണ്. എല്ലാം നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാനും അതുപോലെ നല്ല ഫ്രേഗ്രൻസ് ഉണ്ട്. കുളിക്കുമ്പോൾ നല്ല മണമുണ്ട്, നമ്മുടെ സ്കിന്നെല്ലാം നല്ല ഫ്രഷ് ആവും. സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു അടിപൊളി സോപ്പാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നാച്ചുറലായിട്ടുള്ള സ്കിൻ കെയർ വീഡിയോസും ഹെയർ കെയർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.